വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകും. അങ്ങനെ ഏതെങ്കിലും കേസിൽ പ്രതിയായി എന്ന് കരുതി ഭയപ്പെട്ട് ഓടുന്നവരല്ല SFI പ്രവർത്തകർ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഇങ്ങനെയാണ് ആശ്രയം പോലെ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകുമ്പോൾ എങ്കയോ കേട്ട കുറൽ ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കും. മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകുമ്പോൾ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എന്താ മോളെ നിന്റെ ഈ വാക്കുകൾക്ക് മുമ്പ് ഞാൻ പറയാം? എന്താ ഞാൻ പറയും മോളോട്? അല്ല, മഹാത്മാഗാന്ധി പിടികിട്ടാപ്പുള്ളി എന്നായിട്ട് അവിടെ നിന്നിട്ടില്ല ശ്രീമതി സിന്ധ. നോക്കൂ, ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഗാന്ധിജിയുമായിരുന്നു താരതമ്യം ചെയ്ത് കളയരുത് ദയവായി. ഇവൻ നമ്മൾ നാണം കെടുത്തുന്നോണേട്ടാ, ഇവനെ കൊന്നാലാ. ഇതിന്റെ ഇടയിൽ കയറി സംസാരിച്ചാൽ നമ്മൾ രണ്ടും പറയുന്നത് ആർക്കും കേൾക്കാൻ പറ്റാത്ത. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ ഒരു വ്യക്തത വരുത്താം. സമാധാനപ്പെടും. പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരും. ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ താങ്കൾ പറഞ്ഞു പല കേസും വരും. പക്ഷെ അവർക്ക് എന്താ ചെയ്യാ? നേരെ പോലീസിൽ കീഴടങ്ങും, നേരെ ജയിലിലേക്ക് പോകും, റിമാൻഡ് ചെയ്യും, ജയിലിൽ കിടക്കും. അതൊന്നും എനിക്കറിയാൻ മേല. ഇവിടെ ആർഷോയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആർഷോയുടെ മുന്നിൽ ആർഷോ പിടികിട്ടാപ്പുള്ളിയായി നിൽക്കുകയും പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയും അവരുടെ മുന്നിലൂടെ ആർഷോ വിരാജിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കൊച്ചുകുട്ടിയല്ലേ, ഞാൻ ഇടപെട്ടത് പിന്നെ ഗാന്ധിജിയുമായി താരതമ്യം ചെയ്തപ്പോഴാണ്. ഗാന്ധിജി പിടികിട്ടാപ്പുള്ളിയായിട്ട് ഇവിടെ ഓടി നടന്നതായി നമുക്ക് റെക്കോർഡ്സ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്.